നമസ്കാരം. പലരും എന്നോട് ആവശ്യപ്പെട്ടിരുന്ന റെസിപ്പികളിൽ ഒന്നായിരുന്നു ഓട്സ് കുക്കീസ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓട്സ് കുക്കീസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്കറിയാം, ഓട്സും ഗോതമ്പും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണത്. അപ്പോൾ അത് അത്യാവശ്യം ഹെവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ബ്രഞ്ചായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസാണ് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കൊരു ബൗൾ എടുത്തിട്ട് ആദ്യം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ബൗളിലേക്ക് ചേർക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് ബട്ടറാണ്. ഇതിപ്പോൾ 1/2 കപ്പ് ബട്ടർ എന്നുള്ളത് 115 ഗ്രാം അത് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഷുഗറാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷുഗർ ചേർക്കാം. ഇത് ഒരു 1/2 മുതൽ 1/4 കപ്പ് വരെ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ക്രീം പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ക്രീമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ്. മുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പൊടികളുടെ മിക്സ്, അതിൻ്റെ കൂടെ തന്നെ ഓട്സും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഓട്സാണ് വേണ്ടത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചോക്ലേറ്റ് ചിപ്സാണ്. ചോക്ലേറ്റ് ചിപ്സ് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റേസിൻസ്, അതായത് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചോക്ലേറ്റ് ചിപ്സാണ് ചേർത്തത്. കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. 1/2 കപ്പ് വരെയൊക്കെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഉണക്കമുന്തിരി ചേർക്കാം, ഓപ്ഷണലാണ്. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി, ഒന്നില്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് അല്ലെങ്കിൽ റൈസിൻസ്. ഞാനിത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് ഫ്രിഡ്ജിൽ ഇനി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരിട്ട് ഉണ്ടാക്കിയെടുക്കാം. ചില കുക്കീസ് നമ്മൾ ഡോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്ന് സ്റ്റിഫാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാറുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് നേരിട്ട് കുക്കി ഉണ്ടാക്കിയെടുക്കാം. വെറുതെ ഒരു മിക്സിങ്ങിൻ്റെ പണി മാത്രമേ ഉള്ളൂ ഈ കുക്കീസ് ഉണ്ടാക്കാൻ. നമ്മുടെ കുക്കി ഡോ റെഡിയായി. ഇപ്പോൾ നമുക്കിനി ഓട്സ് കുക്കീസ് ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടെങ്കിൽ അതിലെടുക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു റൗണ്ടിലുള്ള കയ്യിലെടുത്തിട്ട് അതിൽ നിന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ് നല്ലത്. കണ്ടോ, വെച്ചു കൊടുക്കാം. ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇത്ര അത്യാവശ്യം വലിയ കുക്കീസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ചെറുത് മതി, ഇനി അതിനനുസരിച്ച് സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനെല്ലാം സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി ബാറ്റർ ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ഒരു ട്രിപ്പ് വയ്ക്കാനുള്ളതായിട്ടുണ്ട്. അപ്പോൾ ഇത് ബേക്ക് ചെയ്ത് എടുക്കുന്നവരാണെങ്കിൽ ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിന്ന് സ്റ്റൗ ടോപ്പിൽ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ മുമ്പ് എല്ലാ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ കുക്കറിൽ ബേക്ക് ചെയ്തെടുക്കാം. കുക്കറിൽ ബേക്ക് ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റിലതിനും വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ
ഒരു പാത്രത്തിൽ, സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ, അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ ഉപ്പിട്ടിട്ട് അതിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലും ബേക്ക് ചെയ്തെടുക്കാം. അപ്പം പല രീതിയിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് അതുപോലത്തെ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പം ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. നോ ഓവൻ വീറ്റ് ബേക്കിംഗ് എന്നുള്ള പ്ലേലിസ്റ്റ് ഞാനിപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ മുകളിൽ വരുന്നുണ്ടാവും. അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ വീഡിയോസും പല പല രീതിയിലാണ് ഞാൻ ബേക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ളത്, ഓവനില്ലാതെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് വരാം. ഓട്സ് കുക്കീസ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊരു 25 മിനിറ്റ് എടുത്തു ബേക്കായി വരാനായിട്ട്. അപ്പോൾ നമ്മുടെ കുക്കീസിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും. ഇനി ഇതിപ്പോൾ ദേ കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കണമെന്ന് വെച്ചെങ്കിൽ മോൾ ഭാഗം കുറച്ചും കൂടി ബ്രൗൺ ആയിട്ട് കിട്ടും. ഇതിപ്പോൾ സ്റ്റൗ ടോപ്പിലായതുകൊണ്ടാണ്, പക്ഷെ ഇതായിട്ടുണ്ട്. കണ്ടില്ലേ, അടിഭാഗത്ത് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ഇത് എത്ര നാൾ വേണമെങ്കിലും കേടാവാതെ ഇരുന്നോളും. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് എടുത്തു വെച്ചാൽ മതി. പലതരം കുക്കീസ് ഉണ്ടാക്കാറുണ്ട്, എങ്കിലും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുക്കീസുകളിൽ ഒന്നാണ് ഈ ഓട്സ് കുക്കീസ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കും. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.